ഒരു സെക്കൻഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹെൽപ്പ് ഡെസ്കിൽ വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം 165 പേര് മലയാളം ഹെൽപ്പ് ഡെസ്ക് വഴി UK എത്തിയിട്ടുണ്ട്. അവരിൽ പലരും ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലില്ല, ചിലരൊക്കെ ഉണ്ട്. ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നറിയുന്നു. കുടുംബത്തോടൊപ്പം അവസാനം വന്ന 2-3 കുടുംബങ്ങളും അവരുടെ കുടുംബങ്ങളെയും കുട്ടികളെയും ഭർത്താവിനെയും ഭാര്യനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷേ നിങ്ങളുടെ സഹജീവികൾക്ക് വേണ്ടി ഞാൻ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സമര പോരാട്ടം ആരംഭിച്ചിട്ട് 2-2.5 വർഷമായി. 2-2.5 വർഷത്തിനുള്ളിൽ ഒട്ടേറെ പേര് വിവിധ തലങ്ങളിൽ പണം കൊടുത്ത് ഇവിടെ വന്നു. നിങ്ങളൊക്കെ ഈ ഗ്രൂപ്പിലുള്ള പലരും പൈസ മുടക്കാതെ വന്നവരാണ്, എനിക്കതറിയാം. നിങ്ങൾക്കൊന്നും തൊഴിൽപരമായ പ്രശ്നങ്ങളില്ല, നിങ്ങൾക്കൊന്നും താമസ പ്രശ്നങ്ങളില്ല. പക്ഷേ ഒട്ടേറെ പൈസ കൊടുത്ത് 20, 25, 15, 10 തൊട്ട് മുകളിലോട്ട് കൊടുത്തിട്ടുള്ള, അങ്ങനെ പൈസ കൊടുത്തിട്ട് വന്നിട്ടുള്ള ഒട്ടേറെ കുടുംബങ്ങൾ, പൈസ കൊടുക്കാതെ വന്നവരും അതിനകത്തുണ്ട്. അവർക്ക് വിസ നൽകിയ നേഴ്സിംഗ് ഹോമിൻ്റെ അംഗീകാരം റദ്ദാക്കപ്പെട്ട് വഴിയിൽ അലയുകയാണ്. 60 ദിവസത്തിനുള്ളിൽ പരമാവധി ദിവസമാണ് അവർ ഈ UK വിട്ടു പോകണം. ഓർക്കണം, നാട്ടിൽ നിന്ന് സകല കടപ്പാടവും വിറ്റ് സകല സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി, മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളവരാണ് ഏറെയും. ഇതിൽ 80% പാവപ്പെട്ട കുടുംബങ്ങൾ, ബിലോ ആവറേജ്, അതായത് നമ്മുടെ നാട്ടിലെ പറയുകയാണെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ആണ്. അന്വേഷണത്തിന് തെളിഞ്ഞൊരു അവസ്ഥയാണ്. പണം കൊടുക്കാനുണ്ടായിട്ടല്ലേ മേടിക്കുന്നതെന്ന് പറയുന്ന ഈ മാഫിയയുടെ വാക്കുകളാണ് നമ്മുടെ മനസ്സിന് ചെവിലും അലയടിക്കുന്നത്. കൊടുക്കാനുണ്ടായിട്ടല്ല, കൊടുത്തും ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പോയാലും അതെല്ലാം തിരിച്ചെടുക്കാമെന്ന വലിയ പ്രതീക്ഷയും മോഹവുമായിട്ടാണ് അവർ UK എത്തിയത്. പക്ഷെ നിർഭാഗ്യവശാൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ തന്നെ അംഗീകാരം റദ്ദാക്കും വിധം അവിടെ മാഫിയകൾ പിടിമുറക്കിയിരുന്നു. മലയാളി എന്ന് പറയാൻ പോലും നാണംകേട് തോന്നുന്ന തരത്തിലുള്ള വൃത്തികെട്ട പ്രവൃത്തിയാണ് ഈ മലയാളി സമൂഹത്തിന് വേണ്ടി UK ചെയ്തു കൂട്ടിയിട്ടുള്ളത്. സ്വന്തം കീശ വീർപ്പിക്കുക എന്നതിനപ്പുറം ഇത്ര ആൾക്കാർക്ക് മറ്റൊന്നുമില്ല. ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് ഒന്നും കിടക്കുന്ന, കാരണം അത് ഞാൻ നിരവധി തവണ ഈ ഗ്രൂപ്പിൽ പറയുകയും ഫേസ്ബുക്കിൽ എഴുതുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കല്ല പോവുക. ഇപ്പോൾ ഒരൊറ്റ ആഗ്രഹം മാത്രം ഞാൻ പറയുകയാണ്. നമ്മളൊരു പെറ്റീഷൻ, സുമനസ്സുകളായിട്ടുള്ള കുറേ വ്യക്തികൾ ചേർന്ന് ഒരു പെറ്റീഷന് ഇവിടെ ഗവൺമെൻറ് മുൻപാകെ വെച്ചിട്ടുണ്ട്. ആ പെറ്റീഷനിൽ നിങ്ങളുടെ കയ്യൊപ്പും അഡ്രസ്സും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകും. മറ്റൊന്നുമല്ല, ഈ 60 ദിവസത്തിനുള്ളിൽ പോകണമെന്നുള്ളത്, അല്ലെ 1 മാസത്തിനുള്ളിൽ പോകണമെന്നുള്ളത്, അല്ലെ 3 മാസത്തിനുള്ളിൽ UK വിട്ട് പൊക്കോണമെന്നുള്ള UK ഗവൺമെൻറ് അന്ത്യശാസനം 1 വർഷത്തേക്ക് നീട്ടണമെന്നുള്ള വലിയൊരു അഭ്യർത്ഥനയുമായിട്ടാണ് ആ പെറ്റീഷൻ നിങ്ങളുടെ മുമ്പാകെ എത്തുന്നുള്ളത്. ഇതിനോടകം തന്നെ നിങ്ങൾ പലരും അത് അറിഞ്ഞു കാണും എന്നെനിക്കറിയാം. അത് നിർബന്ധമായും ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആൾക്കാരുടെയും കയ്യൊപ്പുണ്ടാകണമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ UK വന്നതിന് ശേഷം ഈ ഗ്രൂപ്പ് വിട്ടു പോയിട്ടുള്ള 100 കണക്കായിട്ടുള്ള ആൾക്കാർ ഉണ്ട്, എനിക്കറിയാം. അവരോടും കൂടി നിങ്ങളുടെ സുഹൃത്തുക്കൾ അവരുടെ നമ്പർ എടുത്ത് വിളിച്ച് പറഞ്ഞ് അവരോട് ഗ്രൂപ്പിടാൻ പറയണം. കാരണം നമുക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹജീവികളുടെ കണ്ണുനീരൊപ്പാനുള്ള മനസാക്ഷി കൂടി നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഞാൻ ആ ലിങ്ക് ഒരിക്കൽ കൂടി പോസ്റ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് കയറി നിങ്ങളുടെ വിലയേറിയ ഒരു സംവിധാനാവകാശം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കയ്യൊപ്പ് നിങ്ങൾ രേഖപ്പെടുത്തണം, വോട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരെയും സർവേശ്വരൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.